ഞാനിത് കണ്ടതേ 3-4-5 ചെറിയ ഉള്ളി, പിന്നെ 3-4-5 പച്ചമുളക്, 2-3 കഷ്ണം വെളുത്തുള്ളി, ഇതെല്ലാം കൂടി കരിവേപ്പില പിന്നെ ഇവിടെ ഉണ്ടായതാണ്. ഇതെല്ലാം കൂടി ഞാൻ ആ മിക്സിയിൽ നിന്ന് ഒന്ന് ക്രഷ് ചെയ്യും. എന്നിട്ടാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഒറ്റ ക്രഷ് ചെയ്താൽ മതി. കണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് ഇത് മതി, അങ്ങനെ ചെയ്താൽ മതി. കണ്ട, ആ ക്രഷ് ചെയ്തതിലേക്ക് കരിവേപ്പില കൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. കരിവേപ്പില കൂടി ഇടാം. വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം. അത് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇടാം. ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഇടും, ആവശ്യത്തിന് ഉപ്പ് ഇടും, അത്രേ ഉള്ളൂ. വെള്ളം ഒരു കുറച്ച് വേണമെങ്കിൽ എനിക്ക് തോന്നണില്ല, വെള്ളമില്ലാതെ തന്നെ വെന്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നും. വെള്ളമില്ലാണ്ട് വേവുന്നതായിരിക്കും ടേസ്റ്റും. ഒന്ന് മൊരിയുമ്പോൾ ഇട്ടാൽ മതി. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുറച്ച് ഉപ്പ് കൂടിയിടുകയാണ്. ചെയ്ത് കൊടുക്കാം. വെളിച്ചം കുറവായതുകൊണ്ട് ശരിക്കും വെക്കുന്നില്ല. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പങ്ങ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിടാം. അതൊക്കെ ഇളക്കി കൊടുക്കുക. ഒന്ന് തിളയ്ക്കുന്നത് വരെ തീ കൂട്ടി വയ്ക്കണം. അതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് പതുക്കെ ചെറിയ തീയിൽ വേവിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇവർക്ക് വേറെ പണിയില്ലേ, കപ്പങ്ങയാണ്, ഇതൊക്കെ എന്തിനാണ് കാണിക്കണേ? പക്ഷേ കപ്പങ്ങയൊന്നും ആരും അങ്ങനെ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്ത് നല്ല സാധനമാണ്, പക്ഷെ ആരും ഇതും എടുത്ത് ഇങ്ങനെ കറി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ കൂട്ടി വെച്ചു. ഇത് നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇതിന് കളറുണ്ടാവില്ല, വെളുത്ത പോലെ ഇരിക്കുള്ളൂ. കാരണം ഞാൻ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി ഒട്ടും ചേർത്തിട്ടില്ല, പച്ചമുളകാണ് ഉള്ളിയുടെ കൂടെ ചതച്ച് ചേർത്തേക്കണത്. ഇത് കണ്ടോ, വെന്ത് തുടങ്ങി കേട്ടോ. വെള്ളം ഒഴിച്ചില്ല കേട്ടോ, ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചില്ല. അത് കഴുകിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു. പിന്നെ നന്നായിട്ട് ആവി ഉണ്ടല്ലോ, ആവിയിൽ തന്നെ വെന്തോളൂ, അതാണ് നല്ലത്. ഇനി അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കടച്ചക്കയും ചെമ്മീനും കൂടി വെച്ച കറിയുണ്ട്. മാമ്പഴക്കൂട്ടം കുറച്ച് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ ഇത് മതി. ഇനി വേറെ ഒന്നും ഉണ്ടാക്കില്ല, ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ മെഴുക്ക് വരട്ടി, കടച്ചക്ക കറി, മാമ്പഴക്കൂട്ടൻ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് സംഗതി ഓക്കെ ആവും. അപ്പോൾ നമ്മുടെ പപ്പായ അല്ലെങ്കിൽ കപ്പങ്ങ മെഴുക്ക് വരട്ടി റെഡിയായിട്ട് സിമ്പിളായിട്ടുള്ള കപ്പങ്ങ മെഴുക്ക് വരട്ടി. പെട്ടെന്ന് അരിയാനുള്ള താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് സംഭവം റെഡിയാണ്. അപ്പോൾ നമ്മുടെ കപ്പങ്ങ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ ഒന്ന് നേരിയതായിട്ട്, ഞാനത് മൂത്തട്ടില്ലാന്നൊക്കെ പറയും, പക്ഷെ മധുരം വെച്ച് തുടങ്ങിയ കപ്പങ്ങയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ചെറിയ ഒരു മധുരം, അധികം എരിവില്ല. ഒരു 3-4 ചെറിയ പച്ചമുളക്, ഒരു 4 എണ്ണം ഞാൻ ഇട്ടിരുന്നു. ഉള്ളിയും ചെറുള്ളിയും നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില മാത്രം. നല്ല ടേസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സൈഡായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്.